നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 16, 2025 വ്യാഴം. അങ്ങനെ 4 മാസങ്ങൾക്ക് ശേഷം ഏറ്റവും വലിയ നേട്ടം കൈവരിക്കുവാൻ ഇന്ന് നമ്മുടെ മാർക്കറ്റിന് സാധിച്ചു. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 24, 2025 ശേഷം നിഫ്റ്റിക്ക് ഇൻട്രാഡേ ബേസിസിൽ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് എത്തിച്ചേരുവാനും മാത്രമല്ല ഏറ്റവും വലിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്ന് മാർക്കറ്റിലുണ്ടായ ശക്തമായ റാലിയെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്കായിട്ടും മാത്രമല്ല ഫിൻ നിഫ്റ്റിക്ക് പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുകയുണ്ടായി. ബാങ്കിംഗ് സ്റ്റോക്കുകളിലും ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും ഉടലെടുത്ത ശക്തമായ ബൈയിങ്, പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തുടങ്ങി പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റിന് 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. ഇന്ന് നിഫ്റ്റിക്ക് 25,376 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാൻ സാധിക്കുകയുണ്ടായി. തുടർന്ന് ഇന്ന് മാർക്കറ്റിലുണ്ടായ ശക്തമായ റാലിയുടെ ഫലമായിട്ട് 25,625 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് 261 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,585 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതേസമയം ഇന്ന് സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. ഇന്ന് സെൻസെക്സിൽ ട്രേഡ് ചെയ്തവർ കോൾ സൈഡിലൊക്കെ അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്തവരൊക്കെ ഡബിൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. സെൻസെക്സിൽ നിന്ന് 862 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 622 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം ഫിൻ നിഫ്റ്റിക്ക് 309 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 27,381 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് മാർക്കറ്റിന് കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് NSEയിൽ 1,663 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1,163 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. നെസ്ലെ ഇന്ത്യ, ടാറ്റ കൺസ്യൂമർ, ടൈറ്റാൻ കമ്പനി, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ HDFC ലൈഫ്, ശ്രീരാം ഫൈനാൻസ്, സൺ ഫാർമ, ജിയോ ഫൈനാൻഷ്യൽ, ഇറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് PSU ബാങ്ക് സെക്ടർ ഒഴികെ ബാക്കി എല്ലാ സെക്ടറുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതേസമയം PSU ബാങ്കിന് 0.4% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഓട്ടോ, ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾ, റിയാലിറ്റി, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1.7% നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം ഇന്ന് ബോർഡർ മാർക്കറ്റ്സിന് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുകയുണ്ടായില്ല. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.3%, സ്മോൾ ക്യാപ്പിന് 0.4% നേട്ടം മാത്രമേ കൈവരിക്കുവാനായുള്ളൂ. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ നേട്ടം കൈവരിച്ചുകൊണ്ട് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 25 പൈസയുടെ നേട്ടത്തോടുകൂടി 87.82 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്ന് ബാങ്കിംഗ് സ്റ്റോക്കുകളിലും ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും ഉടലെടുത്ത ശക്തമായ ബൈയിങ് ആണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലുള്ള 12 സ്റ്റോക്കുകളിൽ ആകെ 5 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. പക്ഷേ ആ 5 സ്റ്റോക്കുകളും ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. ആക്സിസ് ബാങ്കിന് ഇന്ന് 2%-ലേറെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. HDFC ബാങ്കിന് 1%-ലേറെയും അതേസമയം ICIC ബാങ്കിന് 1.35% നേട്ടം കൈവരിക്കുവാനായപ്പോൾ കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന് 2.6% നേട്ടവും SBI 0.10% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. അതേസമയം ഫിൻ നിഫ്റ്റിയില് 19 സ്റ്റോക്കുകളിൽ 10 സ്റ്റോക്കുകൾ മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചുള്ളൂ. ബാക്കി 9 സ്റ്റോക്കുകളും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും ഫിൻ നിഫ്റ്റിക്ക് ഇന്ന് ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുകയുണ്ടായി. സോ ഇന്ന് ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സ്റ്റോക്കുകളുടെ ശക്തമായ പ്രകടനമാണ് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ
നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുകയുണ്ടായത്. തുടർച്ചയായി 3 മാസം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അതിശക്തമായ സെല്ലിംഗ് നടത്തിക്കൊണ്ടിരുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസം സെല്ലിംഗ് കുറയ്ക്കുകയുണ്ടായി. മാത്രമല്ല ഇന്നലെ ചെറിയ എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് വീണ്ടും ബയേഴ്സ് ആയിട്ട് മാറിയതും, അതുകൂടാതെ ഇന്നലെ വരെ ഈ മാസത്തിന്റെ പകുതി കഴിഞ്ഞപ്പോൾ ആകെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1893 കോടി രൂപയ്ക്ക് അവരുടെ ഭാഗത്ത് നിന്നും സെല്ലിങ്ങും വന്നുള്ളൂ. സോ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വന്ന സെല്ലിങ്ങിലുണ്ടായ കുറവും, അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നുമുള്ള ശക്തമായ ബൈയിങ്ങും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്നലെ ചെറിയ എമൗണ്ടിലാണെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തിയപ്പോൾ പതിവിന് വിപരീതമായിട്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4650 കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തുകയുണ്ടായി. സോ ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ മാർക്കറ്റിന് ഇന്ന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്നും ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ചിൽ വന്ന സൂചനകൾ പ്രകാരം ഈ വർഷം തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയത് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സഹായിച്ച മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനെ തുടർന്ന് ഇന്നലെ യുഎസില് S&P 500നും നാസ്ഡാക്കിനൊക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാത്രമല്ല നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 188 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം UK മാർക്കറ്റ് 10 പോയിന്റുകളുടെ നഷ്ടം മാത്രമാണ് നേരിടുന്നത്. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ സിംഗപ്പൂർ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കാനായതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. നാലാമതായിട്ട് ഇന്ത്യ US ട്രേഡ് ടോക്കിൽ ഉയർന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് തുടരുവാൻ രണ്ടാമത്തെ ദിനത്തിലും സഹായിക്കുകയുണ്ടായത്. കാരണം ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ സെക്രട്ടറി രാകേഷ് അഗർവാള് ഇന്ന് വാഷിംഗ്ടണിൽ ഇന്ത്യൻ ഡെലിഗേഷനുമായിട്ട് ട്രേഡ് ടോക്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കുചേരുന്നുണ്ട്. സോ ഈ ഒരു നടപടിയും ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയുണ്ടായി. തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്നലെ ഇന്നുമായിട്ട് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് 1 രൂപയ്ക്ക് മുകളിൽ നേട്ടം കൈവരിക്കുവാനായതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. സോ ഈ 5 കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അടിച്ചു കയറി അതിശക്തമായി മുന്നോട്ട് വരുവാൻ സാധിക്കുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കാനറ റോപ്കോ AMC ഇന്ന് IPO NSEയിൽ 5% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. തുടർന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 12% ഉയർച്ചയും സ്റ്റോക്കിൽ കാണുവാൻ സാധിച്ചു. റൂബിക്കോൺ റിസർച്ച് ഇന്ന് IPO NSEയിൽ 28% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. യുണൈറ്റഡ് സ്പിരിറ്റ്സ് വ്യാഴാഴ്ച ഒക്ടോബർ 30, 2025 കമ്പനിയുടെ Q2 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. നെസ്ലെ ഇന്ത്യ Q2 ഏർണിംഗ്സ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 23.6% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 10.6% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിലും 10.8% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. DB കോർപ്പ് Q2 റിസൾട്ടില് നെറ്റ് പ്രോഫിറ്റിൽ 13.19% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ സെയിൽസില് 9.92% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് Q2 ഏർണിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റിൽ 58% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകത്തില് 14% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ക്വിക്ക് ഹിൽ ടെക് Q2 ഏർണിംഗ്സിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 90.6% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 13.65% ഉയർച്ചയും രേഖപ്പെടുത്തി. അതേസമയം പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ 102.76% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.